നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റ് ഉടമയും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയുടെ സാന്നിധ്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് 5ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഒന്നാം സ്ഥാനത്തെത്തിയ നേമം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ. BJP കേന്ദ്ര നേതൃത്വവും RSS നേതൃത്വവും ഇതിനായി പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടനം വളരെ മികച്ച രീതിയിലുള്ളതായിരുന്നുവെന്ന് കേന്ദ്ര BJP നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന BJP നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖറെ അശേഷം താല്പര്യമില്ല. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാകാൻ നടത്തിയ ശ്രമത്തെ പിന്നിൽ നിന്നും കുത്തി BJP സംസ്ഥാന നേതൃത്വം പരാജയപ്പെടുത്തുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ചാണ് പ്രതിരോധ നിര സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അല്പം ഒന്ന് BJP അഖിലേന്ത്യാ നേതൃത്വം പിന്നോക്കം പോയി. എന്നാൽ അദ്ദേഹം നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധ ബുദ്ധിയാണ്. രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നും സുരേഷ് ഗോപിയെ പോലെ തന്നെ പാർട്ടിയുടെ നല്ലൊരു ഫിഗറായി മാറാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്നും ഏഷ്യാനെറ്റ് പോലുള്ളൊരു മാധ്യമം കയ്യിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്നാലും അതെല്ലാം തടയാൻ പറ്റുമെന്നൊക്കെയുള്ള വിലയിരുത്തലാണ് കേന്ദ്ര BJP നേതൃത്വം. വട്ടിയൂർക്കാവിൽ നിന്നോ നേമത്ത് നിന്നോ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന സൂചന BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം നേമം നിയോജക മണ്ഡലമാണ് തിരഞ്ഞെടുക്കുക എന്നാണ് അറിയുന്നത്. നേമത്ത് നിന്നാൽ അദ്ദേഹം വിജയിക്കുമെന്നും നിയമസഭയിൽ എത്തുമെന്നുമുള്ള കാര്യത്തിൽ 100% ഉറപ്പാണെന്നും BJPയിലെ അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ കണക്കുകൂട്ടുന്നു. BJP നേതൃത്വത്തിനോട് രാജീവ് ചന്ദ്രശേഖറെ പാലം വലിക്കരുതെന്ന കർശന നിർദ്ദേശവും കേന്ദ്ര BJP നേതൃത്വം നൽകിയിട്ടുണ്ടത്രേ. ഏതായാലും കേരളത്തിലെ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയാൽ BJPക്ക് ജനകീയ അംഗീകാരമുള്ള ആരുമില്ല എന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മോദിക്കും അമിത്ഷായ്ക്കും ഉള്ളത്. സുരേഷ് ഗോപി കഴിഞ്ഞാൽ അല്പം ജനകീയ പിന്തുണയുള്ളത് ശോഭാ സുരേന്ദ്രനാണെന്നും മൂന്നാമതൊരാളെ ഉയർത്തി കാണിക്കാനില്ലാത്തത് പാർട്ടിക്ക് വളരെയേറെ ദോഷം ചെയ്യുന്നുവെന്നുമാണ് മോദി അമിത്ഷാ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ കൂടി കളത്തിലിറക്കി BJPയുടെ അടിത്തറ കുറെ കൂടെ വിപുലമാക്കാനും അതോടൊപ്പം തന്നെ കേരളത്തിലെ മിഡിൽ ക്ലാസ്സിനെ കൂടുതൽ BJPയിലേക്ക് ആകർഷിക്കാനും ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രാമാണിത്വം അല്ല അദ്ദേഹത്തിന് കൂടുതൽ ചുമതലകൾ നൽകുന്നത് സഹായിക്കുമെന്നാണ് BJP നേതൃത്വത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നേമം നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഒരുങ്ങുകയാണ്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകളെല്ലാം അടിസ്ഥാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നടത്തി തുടങ്ങി. അതെല്ലാം BJP നേതൃത്വവുമായി ബന്ധപ്പെടാതെ അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ് ചെയ്യുന്നത്. സ്വന്തം PR ഏജൻസി ഉപയോഗിച്ചും സ്വന്തം സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്.